ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നമ്മുടെ കിളിക്കൂട്ടിൽ 4 പേരും കൂടെ പതിവ് പോലെ രാത്രി കിടക്കുകയാണ്. അപ്പോഴാണ് പുറത്ത് ഭാസ്കരൻ്റെ പാട്ട് കേൾക്കുന്നത്. അപ്പോൾ നികേഷ് എണീറ്റിരുന്നിട്ട് പറയുന്നുണ്ട്, ഇന്നെന്താ ഭാഷ മാറിയോ? അപ്പോൾ അരീഷ് കളിയാക്കി ഇങ്ങോട്ട് പറയുന്നുണ്ട്, അല്ലടാ ബ്രാൻഡ് മാറിയതായിരിക്കും, എന്തായാലും വേദിക്ക് മാറ്റേണ്ട, ഇന്ന് അകത്തായിരിക്കും പെർഫോമൻസ്. നികേഷ് അത് പറയുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അടുക്കളയിലുള്ള ഉമ്മ എടുത്ത് ഞാൻ വായിൽ തിരിക്കും. അത് കേട്ടപ്പോൾ ഹരീഷിനെ സുഭാഷ് വിലക്കുന്നുണ്ട്. അപ്പോഴേക്കും ഭാസ്കരൻ അകത്തേക്ക് കയറിയിട്ട് ചോദിക്കുന്നുണ്ട്, എവിടെ കൊതുകുതിരി കണ്ടോ എന്നൊക്കെ. അപ്പോഴാണ് സുധീഷ് ആള് കിടക്കുന്നത് ഭാസ്കരൻ ശ്രദ്ധിക്കുന്നത്. ഇവനെന്താ അവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഒരു ചൂലെടുത്തിട്ട് അവന്റെ കാലിൽ കിക്കിളിയാക്കുന്നുണ്ട്. സുധീഷ് ആണെങ്കിൽ ഭയങ്കര ഫോണുകളിയായിരുന്നു. അപ്പൊ അവ വിചാരിച്ച് സുഭാഷേട്ട അവനെ കിക്കിളിയാക്കാന്നാണ്. സുഭാഷേട്ട വെറുതെ ഇരിക്കുക, എന്താ സുഭാഷേട്ട എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് ആരാണ് അച്ഛനാണ് കാലിൽ കിക്കിളിയാക്കുന്നത്. നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്താണെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, നീ എന്താ ഇവിടെ കിടക്കുന്നത്? അത് കേട്ടപ്പോൾ സുധീഷ് കളിയാക്കി ചോദിക്കുന്നുണ്ട്, ഓ നിങ്ങൾ വലിയ ബംഗ്ലാവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ, അതിലെനിക്കൊരു എ സി റൂം എടുത്തതാ, എന്ന് ഞാൻ അങ്ങോട്ട് മാറാം. അത് കേട്ടപ്പോൾ ഭാസ്കരൻ അവനെ പുച്ഛിക്കുന്നുണ്ട്, എടാ അറക്കാൻ കൊടുക്കാനുള്ള പ്രായമായാലും, നിനക്ക് വേണമെങ്കിൽ നീ ഒറ്റയ്ക്കൊരു എ സി റൂം എടുക്കടാ, അല്ലാതെ ഞാൻ എന്തിനാ ഉണ്ടാക്കണേ. അത് കേട്ടപ്പോൾ സുധീഷനാകെ ചമ്മലായി. ബാക്കി 3 പേർക്ക് നല്ല ചിരിയും വരുന്നുണ്ടായിരുന്നു. അപ്പൊ സുഭാഷ് അതിൽ ഇടപെടുന്നുണ്ട്, അച്ഛൻ എന്തിനാ വെറുതെ ഉറങ്ങിക്കിടക്കുന്നവനെ നീപ്പിച്ചിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്. സുഭാഷ് സപ്പോർട്ട് ചെയ്തപ്പോൾ സുധീഷിന് നല്ല ബലായി. അപ്പൊ അവൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്തിനാ കള്ളു കുടിച്ചിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്, കള്ളു കുടിച്ച് വയറ്റി കിടക്കണം. എന്നാ തിരിച്ചുള്ള ഭാസ്കരന്റെ ചോദ്യം ഒരു 1.5 ചോദ്യമായിരുന്നു. എടാ നിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ, കല്യാണം കഴിഞ്ഞവർ ഒരുമിച്ചല്ലേ കിടക്കേണ്ടത്, എന്നിട്ട് നീ എന്താടാ ഇവിടെ വന്ന് കിടക്കുന്നത്, അവിടെ മുറി പോയി കിടക്കടാ, നീ അമ്പലനാട് നള്ളിയ കാളയാണോടാ. ഭാസ്കരൻ മുറി പോയി കിടക്കടാന്ന് പറഞ്ഞതും കേട്ട പാതി കേൾക്കാത്ത പാതി സുധീഷ് പെട്ടെന്ന് അങ്ങോട്ട് എണീക്കാൻ നിൽക്കുമ്പോഴേക്കും സുഭാഷ് അവനെ പിടിച്ചു വെക്കുന്നുണ്ട്. അച്ഛൻ എന്താ, അച്ഛൻ പോയി കിടക്കാൻ നോക്ക്. എന്നാ ഇതിലൊക്കെ രസം പിടിച്ചിട്ട് നമ്മുടെ ഹരീഷും നികേഷും കൂടെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. സുഭാഷ് അത് പറഞ്ഞപ്പോഴേക്കും ഭാസ്കരൻ സുഭാഷിനോട് പറഞ്ഞു, ഡാടാ നിന്നെ പോലെ അവൻ ബ്രഹ്മചാരിയൊന്നുമല്ല, അവന്റെ കെട്ട് കഴിഞ്ഞു, അവൻ ഇനി ഭാര്യന്റെ കൂടെയാണ് കിടക്കേണ്ടത്, എടാ നീ അവിടെ പോയി കിടക്കടാ എന്ന് അവനെ തടയാൻ ശ്രമിക്കുകയാണ് സുഭാഷ്. അത് കണ്ടതും ഭാസ്കരൻ സുഭാഷിനോട് പറയുന്നുണ്ട്, എടാ നിനക്ക് നാണില്ല അവനെ പിടിച്ചു വെക്കാൻ. എന്നിട്ടും സുധീഷും സുഭാഷും കൂടെ മുഖത്തോട് മുഖം നോക്കിയിട്ട് ഓരോന്നിങ്ങനെ ഗോഷ്ടി കാണിക്കുമ്പോൾ ഇയാൾ പറയുന്നുണ്ട്, നീ എന്തിനാണ് അവനോട് അനുവാദം ചോദിക്കുന്നത്, പോയി കിടക്കട ഭാര്യന്റെ അടുത്ത്. അങ്ങനെ സുധീഷ് പായും പുതപ്പും എല്ലാം എടുത്തിട്ട് റൂമിലേക്ക് പോകാൻ നേരം അവന്റെ കയ്യിലുള്ള ഫോൺ നികേഷിന് കൊടുത്തിട്ട് നീ ഫോൺ കളിച്ചോടാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. സുധീഷ് റൂമിന്റെ മുന്നിൽ എത്തിയിട്ട് പരിങ്ങി നിൽക്കുന്ന കണ്ടപ്പം ഭാസ്കരൻ പറയുന്നുണ്ട്, തട്ടടാ, തട്ടി വിളിക്കടാ. സുധീഷിന്റെ മെല്ലുള്ള തട്ട് കണ്ടിട്ട് ഭാസ്കരന് ദേഷ്യം പിടിക്കുന്നുണ്ട്. അയ്യോ വാതിലിന് വേദനിക്കും, ഉറക്കനെ തട്ടടാ. അങ്ങനെ സുധീഷ് വാതിൽ തട്ടിയിട്ട് നിധി നിധി എന്ന് വിളിക്കുകയാണ്. അങ്ങനെ ഉറങ്ങിക്കിടന്ന നിധി പെട്ടെന്ന് എണീറ്റു. എന്താ ഇപ്പോൾ ഇത്, അവൾ ആലോചിക്കുകയാണ്, എന്തിനാപ്പോൾ വാതിലൊക്കെ തട്ടുന്നേ. ഇതൊക്കെ ആലോചിച്ചിട്ട് അവൾ വാതിൽ തുറക്കുമ്പോഴേക്കും കയ്യിൽ പായും പുതപ്പായിട്ട് നിൽക്കുന്ന സുധീഷിനെ കണ്ട് അവൾ ആകെ അമ്പരക്കാണ്. അവളുടെ അമ്പരപ്പ് കണ്ടതും സുധീഷ് പറഞ്ഞു, അച്ഛൻ പറഞ്ഞു അകത്ത് കിടക്കാൻ. അത് കണ്ടിട്ട് അവൾക്ക് ആകെ ടെൻഷൻ ആവാണ്. ബാക്കിയുള്ളവരൊക്കെ ഞെട്ടി നോക്കുകയാണ് ഇവരുടെ സംഭാഷണം കേട്ടിട്ട്. അങ്ങനെ ഭാസ്കരൻ അങ്ങോട്ട് വന്നിട്ട് അവളോട് പറയുന്നു, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ മോളെ, അപ്പൊ നിങ്ങൾ ഒരുമിച്ചല്ലേ കിടക്കേണ്ടത്, അല്ലെങ്കിൽ തന്നെ ഒരുത്തി എന്നെ വിട്ട് പോയതിന്റെ പേരിൽ ഞാൻ ഒരുപാട് പഴി കേൾക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഇവനും കൂടെ അത് വേണ്ട. ഇതെല്ലാം കേട്ടിട്ട് നിധി ആകെ ടെൻഷനിൽ നിൽക്കുകയാണ്. കയറിപ്പോടാ അകത്ത് എന്ന് ഭാസ്കരൻ സുധീഷിനോട് പറയുമ്പോഴേക്കും ഇതെല്ലാം കണ്ട് സൈ കേട്ടിട്ട് ലാസ്റ്റ് സുഭാഷ് എണീറ്റ് വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ പോയി കിടക്കാൻ നോക്കിയേ, നീ എന്നെ കിടത്താൻ നിൽക്കണ്ട, ആദ്യം ഇവൻ ഇവിടെ കിടക്കുന്ന അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഭാസ്കരൻ സുഭാഷിനോട് ചൂടാവാണ്. എന്നിട്ട് സുധീഷിനോട് കയറി പോടാ എന്ന് പറയാണ്. അത് കേട്ടപാടെ സുധീഷിനാകെ ഒരു ചമ്മലോ നാണോ സന്തോഷോ എല്ലാം കൂടെ മിക്സ് ആയിട്ട് അവൻ അങ്ങനെ കയറി പോകുമ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, അയ്യോ അവന്റെ നാണം, നീ കഥ കടക്കടാ. നിധിന്റെ അവസ്ഥ കണ്ടിട്ടും സുധീഷ് ആ റൂമിലേക്ക് കയറിപ്പോയ അമ്പരപ്പില് സുഭാഷ് സുധീഷിനെ വിളിക്കുന്നുണ്ട് ദേഷ്യത്തോടെ, സുധീഷേ. അത് കേട്ടതും ഭാസ്കരന് വീണ്ടും ദേഷ്യം വന്നു. എടാ നീ അവിടെ കിടക്കടാ, അവൻ അവിടെ കിടന്നോട്ടെ, നിനക്കെന്താ അനിയനെ കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ ഉറക്കം വരൂലേ, കുശുംബൻ, പോയി കിടന്നുറങ്ങടാ കാട്ടുപോത്തെ എന്ന് സുഭാഷിനോട് ഭാസ്കരൻ പറഞ്ഞിട്ട് സുധീഷിനോട് പറയാണ്, നീ കഥ കടക്കട. അതെല്ലാം കേട്ടിട്ട് സുഭാഷിനാകെ അരിച്ച് കയറുന്നുണ്ട്. അങ്ങനെ സുധീഷ് കഥ കടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഭാസ്കരൻ തന്നെ കഥ കടച്ചിട്ട് ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ റൂമിൽ നിന്ന് പോരുകയാണ്. കൂടെ തന്നെ സുധീഷിനോട് കഥ കുറ്റിയിടാ എന്നും പറഞ്ഞിട്ടാണ് ഭാസ്കരൻ പോരുന്നത്. അങ്ങനെ സുധീഷ് കഥ കടച്ചിട്ടപ്പോഴേക്കും നിധി ആകെ വല്ലാത്തൊരവസ്ഥയെ, അവൾ വേഗം തന്നെ കട്ടിൽ വന്നിരുന്ന് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഭാസ്കരൻ തിരികെ ഹോളിലേക്ക് വന്നപ്പോൾ സുഭാഷിന് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ പോയി കിടക്കാൻ നോക്ക്. അത് കേട്ടപ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, നിനക്കെന്താടാ ഞാൻ കിടക്കാഞ്ഞിട്ട്. അത് കേട്ടതും സുഭാഷ് ഭാസ്കരൻ നിധി തള്ളിയിട്ട് പോയി കിടക്കച്ചാ, ഞാൻ കൊതുകുതിരി നോക്കട്ടെ എന്നിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഭാസ്കരൻ പോവാണ്. നിധിയാണെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അത് കണ്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എടോ അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടാണ് ഞാൻ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ താഴെ കിടന്നോളാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ താഴെ കിടക്കുകയാണ്. അങ്ങനെ പായയിൽ കിടന്ന സുധീഷിന് ഭയങ്കര സന്തോഷം. ഓർക്കാപ്പുറത്ത് വീണ് കിട്ടിയ ഒരു അവസരമല്ലേ, അങ്ങനെ അവൻ അച്ഛനൊരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് മനസ്സിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളത്തെ സീരിയലിന്റെ അപ്ഡേറ്റ്സ് കാണാനായിട്ട് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും കാണാനും മറക്കരുത്. അപ്പോൾ ഓക്കെ ബൈ.